ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് നോട്ടീസ് നൽകിയിട്ടും ഹാജരാകാത്ത വിഷയം ചൂണ്ടിക്കാട്ടി ഇഡി ഡൽഹി കോടതിയെ സമീപിച്ചു. 5 തവണ നോട്ടീസ് നൽകിയെങ്കിലും കെജ്രിവാൾ ഹാജരായിരുന്നില്ല. രാഷ്ട്രീയ പ്രേരിതമായ കേസാണെന്ന നിലപാടിലാണ് കെജ്രിവാൾ. പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാർക്കെതിരെ ഇഡിയെ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ വേട്ട നടത്തുകയാണെന്ന് ഇന്ത്യ മുന്നണി നേതാക്കൾ ആരോപിച്ചു. ER രാഗേഷ് ആയിരുന്നു വാർത്തയുടെ വിശദാംശങ്ങളുമായി. രാഗേഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? എൽദോ 5 തവണയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ മദ്യനയ കേസിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇഡി നോട്ടീസ് നൽകിയത്. അതായത് നവംബർ 2 മുതൽ കഴിഞ്ഞ 2-ാം തീയതി വരെയായി 5 തവണ നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ 5 തവണയും കെജ്രിവാൾ ഹാജരാകാൻ തയ്യാറായില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഏതായാലും ഇഡി കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഡൽഹി റോസ് അവന്യൂ കോടതിയെയാണ് ഇഡി സമീപിച്ചിരിക്കുന്നത്. ഇഡി വ്യക്തമാക്കുന്ന കാര്യം, ചോദ്യം ചെയ്യലുമായി അരവിന്ദ് കെജ്രിവാൾ സഹകരിക്കുന്നില്ല എന്നാണ് ഇഡി പ്രധാനമായും വാദിക്കുന്നത്. ഏതായാലും 7-ാം തീയതി ഈ ഹർജി പരിഗണിക്കാം എന്നിപ്പോൾ കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും കെജ്രിവാൾ വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു, അതുകൊണ്ട് തന്നെ കൂടി അറസ്റ്റ് ചെയ്യുക എന്ന ലക്ഷ്യമാണ് ഇഡിക്കുള്ളത്. രാഷ്ട്രീയ പ്രേരിതമായ കേസാണ് ഇത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. മാത്രവുമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനപ്പെട്ട പല നേതാക്കളും, ആം ആദ്മി പാർട്ടിയുടെ പല പ്രധാനപ്പെട്ട നേതാക്കളും ഇതിനോടകം തന്നെ അറസ്റ്റിലായിട്ടുണ്ട്. ഒന്ന് മനീഷ് സിസോദിയ നിലവിൽ ജയിലിലാണ്, മറ്റൊന്ന് ആം ആദ്മി പാർട്ടി MP ആയ സഞ്ജയ് സിംഗും ജയിലിലാണ്. അപ്പോൾ തന്നെ കൂടി ജയിലിലടയ്ക്കുക എന്ന ലക്ഷ്യമാണ് ഇഡി. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന് വേണ്ടി ഇഡി നാടകം കളിക്കുന്നു എന്ന വിമർശനമാണ് അരവിന്ദ് കെജ്രിവാൾ ഉന്നയിച്ചിരിക്കുന്നത്. ഏതായാലും സമീപ ദിവസങ്ങളിൽ, കഴിഞ്ഞ ദിവസമാണ് സമാനമായി ഇഡി അറസ്റ്റ്, ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറനെ ഇഡി അറസ്റ്റ് ചെയ്യുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കെജ്രിവാളിനെതിരെ കോടതിയെ സമീപിക്കുന്ന നീക്കത്തിലേക്ക് ഇഡി കടന്നിരിക്കുന്നത്. ഏതായാലും കേന്ദ്രവും ഒപ്പം തന്നെ BJPയും ആം ആദ്മിയും തമ്മിലുള്ള തർക്കം രൂക്ഷമായി നിലനിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഡൽഹിയിൽ BJP ആസ്ഥാനത്തേക്ക് ആം ആദ്മി പാർട്ടി മാർച്ച് നടത്തിയത്. അത് ചണ്ഡീഗഡിലെ മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു അത്തരമൊരു നടപടി. പക്ഷേ സമാനമായ രീതിയിൽ BJPയും ആം ആദ്മി പാർട്ടി ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തിയിരുന്നു. അങ്ങനെ വലിയ തർക്കങ്ങൾ ഈ 2 പാർട്ടികളും തമ്മിൽ നിലനിൽക്കുന്നു. BJP 7 ആം ആദ്മി പാർട്ടി MLA-മാരെ അടർത്തിമാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന ആരോപണം ഇതിനോടകം തന്നെ ഉന്നയിച്ചിട്ടുണ്ട് അരവിന്ദ് കെജ്രിവാൾ. അങ്ങനെ തർക്കം മുറുകി നിൽക്കുന്നതിനിടെയാണ് ഇപ്പോൾ ഇഡി ഏതായാലും കോടതിയെ സമീപിക്കുന്ന നടപടിയിലേക്ക് പോയിട്ടുള്ളത്. മറ്റൊരു വാർത്ത